ഇനി ഇന്ന് 25 വീട് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനം ഒരു അഡ്വർടൈസ്മെൻ്റ് അല്ല എന്ന് വിശ്വസിക്കുന്നവനും എന്നോട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ കൽപ്പിക്കപ്പെടുന്ന ഒരു മതത്തിൽ വിശ്വസിക്കുന്നവനുമാകുന്നു ഞാൻ. പക്ഷേ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വേറെ പലർക്കും ആ ഒരു തോട്ട്ഫുൾനെസ് ഇതുപോലെ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകട്ടെ എന്നതുകൊണ്ടാണ് ഞാനിത് സമ്മതിച്ചതും ഇതിന് വരുന്നതും. നിങ്ങൾക്ക് സാധനം മേടിക്കാൻ വേണ്ടി വീടിനോടൊപ്പം 2 ലക്ഷം ഉറുപ്പിക ഞാൻ നിങ്ങൾക്ക് എൻ്റെ വക തരും. ഭവനരഹിതരായ 10 പേർക്ക് തണലേകി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. 24 കണക്റ്റിലൂടെ ലുലു ഗ്രൂപ്പ് നിർമ്മിച്ചു നൽകുന്ന 10 വീടുകളുടെ താക്കോൽദാനം തിരുവനന്തപുരത്ത് അദ്ദേഹം നിർവഹിച്ചു. തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഈ 10 കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം ഓണ സമ്മാനവും MA യൂസഫ് അലി പ്രഖ്യാപിച്ചു. കൂടാതെ ഭവനരഹിതരായ 25 പേർക്ക് കൂടി വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും MA യൂസഫ് അലി വ്യക്തമാക്കി. അർഹരായവരുടെ കൈകളിലേക്ക് സഹായം എത്തേണ്ടത് സമൂഹത്തിന്റെ കൂടി കടമയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജീവകാരുണ്യ പ്രവർത്തനം ഒരു അഡ്വർടൈസ്മെൻ്റ് അല്ല എന്ന് വിശ്വസിക്കുന്നവനും എന്നോട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ കൽപ്പിക്കപ്പെടുന്ന ഒരു മതത്തിൽ വിശ്വസിക്കുന്നവനുമാകുന്നു ഞാൻ. പക്ഷേ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വേറെ പലർക്കും ആ ഒരു തോട്ട്ഫുൾനെസ് ഇതുപോലെ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകട്ടെ എന്നതുകൊണ്ടാണ് ഞാനിത് സമ്മതിച്ചതും ഇതിന് വരുന്നതും. അപ്പം നമ്മളിതൊക്കെ ചെയ്യുന്നത് ഈ എൻ്റെ സഹോദരി സഹോദരന്മാരിൽ നിന്നുള്ള നന്ദി പ്രതീക്ഷിച്ചല്ല, ദൈവത്തിൽ നിന്നുള്ള കാരുണ്യം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അത് പരലോകത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് മതം ഒരു വിഘ്നമല്ല എന്ന പ്രത്യയശാസ്ത്രത്തിൽ പഠിച്ചു വളർന്നവനാണ് ഞാൻ, ഖലീഫ ഉമറിൻ്റെ. അപ്പം ഞാൻ SK ഇവിടെ തിരഞ്ഞെടുത്തവരിൽ ഏത് മതക്കാർ എന്നുള്ളതല്ല പ്രശ്നം, മനുഷ്യരാണോ എന്നുള്ളതാണ് പ്രശ്നം. ഇന്ന് 25 വീട് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ആയതുകൊണ്ട് പാവപ്പെട്ടവരെയും അശരണരെയും നിരാലംബരെയും വീടില്ലാത്തവരെയും കണ്ടുപിടിക്കേണ്ട ചുമതലയും ബാധ്യതയും ഞാൻ നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളത് കണ്ടുപിടിച്ച് 25 വീട് നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി പണിത് കൊടുക്കണം. അതെൻ്റെ സുഹൃത്ത് സുനിൽ കുമാർ, നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടും എന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്നതിന് വിളിച്ച ഏകം സദ്വിപ്ര ബഹുധാ വദന്തി, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒന്നിലേക്കാണ്. ദൈവം ഒന്നേ ഉള്ളൂ എന്ന്, ഏകനായ സൃഷ്ടാവായ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാകുന്നു നമ്മളെല്ലാവരും. അതിന് വിവിധ രീതികളാണ്. ആയതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ഗുണം ചെയ്യും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ സുഖമായി ജീവിക്കുക. നിങ്ങൾക്ക് സാധനം മേടിക്കാൻ വേണ്ടി വീടിനോടൊപ്പം 2 ലക്ഷം ഉറുപ്പിക ഞാൻ നിങ്ങൾക്ക് എൻ്റെ വക തരും. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഓണാശംസകൾ. സാധനങ്ങളൊക്കെ നന്നായിട്ട് മേടിച്ച് പായസമൊക്കെ നന്നാക്കി കുടിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷയുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാരുണ്യത്തിന്റെ മാതൃകയാണ് MA യൂസഫ് അലി എന്ന് R ശ്രീകണ്ഠൻ നായർ പ്രതികരിച്ചു. ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിലും മനുഷ്യനോട് കാരുണ്യം കാണിക്കുന്നതിലും നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യവസായിയാണ് ശ്രീ യൂസഫ് അലി. അദ്ദേഹം 24 മണിക്കൂറും ഒരു വ്യവസായിയാണെന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു വ്യവസായിക്കപ്പുറമാണ് എന്നുള്ളതിൻ്റെ ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ഒരു ചിന്തയുടെ അനന്തര ഫലമാണ് ഇന്ന് ഈ 10 കുടുംബങ്ങളെ അദ്ദേഹം എന്നേക്കുമായി അവർക്ക് കയറിക്കിടക്കാനും സുരക്ഷിതമായ വീടുകളും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ 10 വീടുകളെന്ന് പറയുന്നത് സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു മനുഷ്യനന്മ ചെയ്യുന്ന കാരുണ്യം ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന സാധാരണ വീടുകളാണ് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. നല്ല സൂപ്പർ വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകളെക്കാളും പണം ചെലവാക്കി നിർമ്മിച്ചുള്ള വീടുകളാണ്. അസറ്റ് ഹോംസിലെ സുനിൽകുമാറിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എത്ര കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമായിട്ട് ഈ വീട് നിലനിൽക്കും. അപ്പോൾ അദ്ദേഹത്തിനും ആ കാര്യത്തിൽ നിർബന്ധമുണ്ട്. എന്തെങ്കിലും ഒരു ഒടിച്ചൂത്തിയ മാടം പോലൊരു വീടുണ്ടാക്കി നിങ്ങൾക്ക് തരികയല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹം കുറേ കാലം മുമ്പ് എന്നോട് തുറന്നു പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഭിമാനത്തോടെ കഴിയാൻ പറ്റുന്ന നല്ല വീടുകളാണ് കേരളത്തിലുടനീളം വിവിധ ജില്ലകളിലായിട്ട് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇത്രയും പേരുടെ സാന്നിധ്യത്തിൽ അങ്ങയുടെ മഹാമനസ്കതയ്ക്ക് തീർച്ചയായിട്ടും നന്ദി. ഭവനരഹിതർക്കും അടച്ചുറപ്പില്ലാത്ത വീടുള്ളവർക്കും ഭവനങ്ങൾ ഒരുക്കുകയെന്ന ലക്ഷ്യത്തിന് പിന്തുണ നൽകുകയാണ് MA യൂസഫ് അലി. ആലപ്പുഴ, ഇടുക്കി, തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, എറണാകുളം, വയനാട് എന്നീ ജില്ലകളിലാണ് 10 വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. MA യൂസഫ് അലി നിർമ്മിച്ചു നൽകിയ 4 വീടുകളുടെ താക്കോൽ ദാനം നേരത്തെ നടന്നിരുന്നു.